5. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയമുള്ളവരെ, ഏറെ തീഷ്ണതയോടെ ആഗ്രഹത്തോടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച നമുക്ക് അല്പനേരം വചനം ശ്രവിക്കാൻ നമ്മുടെ മനസ്സുകളെയും ഹൃദയത്തെയും ഒരുക്കാം. വീടും മുറ്റവും നിറയെ വർണ്ണക്കാഴ്ചകളും ദീപാലങ്കാരങ്ങളും ഒരുക്കി ആശംസാ കാർഡുകൾ എഴുതി ലിവിംഗ് റൂമിൽ ഒരു കൊച്ചു പുൽക്കൂടും തീർത്ത് നാം ഒരിക്കൽ കൂടി തിരുപ്പിറവി ആഘോഷിക്കാൻ ഒരുങ്ങുകയാണല്ലോ. 2000 വർഷങ്ങൾക്ക് മുൻപ് കാലത്തൊഴുത്തിന്റെ നിസ്സാരതയിലേക്കും ലോകത്തിൽ വച്ച് ഏറ്റവും നിസ്സഹായനായ ഒരു കുഞ്ഞിന്റെ രൂപത്തിലും രക്ഷകൻ വന്ന് പിറന്നതിനെ നാം അനുസ്മരിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന സദ്വാർത്ത വിവരിക്കുന്ന തിരുവചന ഭാഗം നമുക്കിപ്പോൾ ശ്രവിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ. സുവിശേഷം അടുത്തുള്ളവർക്ക് അതെടുത്ത് നമുക്ക് വായിക്കാം. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകലജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ള കച്ചകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോട് കൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ഇടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയമുള്ളവരെ, ലോകത്തിലേക്ക് വച്ച് തന്നെ ഏറ്റവും വലിയ സദ്വാർത്ത, നല്ല വാർത്ത ലഭിച്ചത് ആട്ടിടയന്മാർക്കാണ്. ഈ ഇടയന്മാരെ നമുക്കിന്ന് ധ്യാന വിഷയമാക്കാം. 1. ഇടയന്മാർ തങ്ങളുടെ ജോലിയിൽ വിശ്വസ്തരായിരുന്നു. 2. ഇടയന്മാർ സമൂഹത്തിൽ താഴ്ന്നവരായി പരിഗണിക്കപ്പെട്ടിരുന്നു. 3. ഇടയന്മാർ കേട്ടത് അതുപോലെ വിശ്വസിച്ചു. 4. ഇടയന്മാർ പൂർണ്ണ ഹൃദയത്തോടു കൂടി കർത്താവിനെ അന്വേഷിച്ചു. 5. ഇടയന്മാർ അറിഞ്ഞ ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. നാം ആദ്യമായി കാണുന്നത് ഇടയന്മാർ തങ്ങളുടെ ജോലിയിൽ വിശ്വസ്തരായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇടയന്മാരുടെ ജോലി എന്താ? ആടുകളെ മേയ്ക്കണം. അവർക്ക് വേണ്ട
പച്ച പുൽമേടുകൾ കണ്ടെത്തണം. അരുവികളും തടാകങ്ങളും കണ്ടെത്തി അവയെ തീറ്റിപ്പോറ്റണം. രാത്രിയാകുമ്പോൾ അടുത്തുള്ള ഗുഹയിലേക്ക് കയറ്റി അവരെ വിശ്രമത്തിനായിട്ട് ഒരുക്കണം. ഈ ഗുഹാമുഖത്തിന് വാതിലില്ല, അതുകൊണ്ട് ഇടയന്മാർ വാതിലാകും. അവർ ആ ഗുഹാമുഖത്തിന്റെ വട്ടം കിടക്കും. ശത്രുക്കൾ വന്നാലും ചെന്നായ്ക്കൾ വന്നാലും ഇടയനെ ആക്രമിക്കാതെ ആടുകളുടെ അടുത്തേക്ക് കടക്കാൻ സാധിക്കുകയില്ല. രാവും പകലും ആടുകൾക്കു വേണ്ടി കാവലിരിക്കുന്ന, അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഇടയന്മാർ തങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ 100-ൽ 110% വിശ്വസ്തത പുലർത്തിയ ഇടയന്മാർക്കാണ് ക്രിസ്തുവിനെ കാണാൻ സാധിച്ചത്. ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്ന വാർത്ത കേൾക്കാൻ സാധിച്ചത്. ദൈവം എന്നെയും നിങ്ങളെയും ഒക്കെ ഓരോ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു സമർപ്പിത എന്ന നിലയിൽ എന്നെ ഏൽപ്പിച്ച ദൗത്യം 100% വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ, കുടുംബജീവിതം നയിക്കുന്ന നിങ്ങളുടെ ദൗത്യം 100% വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ, എനിക്കും നിങ്ങൾക്കും ക്രിസ്തുവിനെ കാണാൻ സാധിക്കും. നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. രണ്ടാമതായി നാം കാണുന്നത്, ഇടയന്മാർ സമൂഹത്തിൽ താഴ്ന്നവരായി പരിഗണിക്കപ്പെട്ടിരുന്നു. ഇടയന്മാർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമില്ല, പണമില്ല, കുടുംബ പാരമ്പര്യങ്ങളില്ല, സമൂഹത്തിൽ ഉയർന്ന സ്റ്റാറ്റസും ഇല്ല. പ്രിയമുള്ളവരെ, ഈ ഇടയന്മാർക്കാണ് ക്രിസ്തു ദർശനം ലഭിച്ചത്. നമ്മുടെ ദൈവം താഴ്ന്നവരുടെ ദൈവമാണ്. നമ്മുടെ ചുറ്റും നോക്കിയാൽ ഒത്തിരി പാവപ്പെട്ട മക്കളെ, വിദ്യാഭ്യാസം കുറഞ്ഞവരെ, സമൂഹത്തിൽ താഴ്ന്നവരെന്ന് നാം വിചാരിക്കുന്നവരെ ദൈവം എടുത്തു ഉയർത്തിയത് കാണാം. അവർ ഇന്നും തീഷ്ണതയോടെ കർത്താവിന്റെ വചനം പ്രഘോഷിക്കുന്നു. വായിക്കാൻ അറിയാത്തവർക്ക് ബൈബിൾ വായിക്കാൻ കർത്താവ് കൃപകൾ കൊടുത്തു. ആത്മാവിന്റെ കൃപകളും ദാനങ്ങളും ഒത്തിരിയേറെ ഈ മക്കൾക്ക് ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വചനപ്രഘോഷകരും ഗായകരും ഒക്കെ ക്രിസ്തുവിനെ അറിഞ്ഞ് ജ്വലിക്കുന്ന തീഷ്ണതയോടെ കർത്താവിനെ പകരുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനി പഠനത്തിൽ പുറകിലായിരുന്നു. എടുത്തു പറയത്തക്ക സ്വഭാവ സവിശേഷതകളോ വലിയ കഴിവുകളോ ഉള്ള വ്യക്തിയായിരുന്നില്ല. പട്ടം കൊടുക്കണമോ വേണ്ടയോ എന്ന് പോലും അധികാരികൾ ചിന്തിച്ചു. പ്രിയപ്പെട്ടവരെ, ആ എളിയ ദാസനെ കർത്താവ് എടുത്ത് ഉയർത്തി. ആഴ്സ് എന്ന ഗ്രാമത്തെ മുഴുവനും കർത്താവിനായി നേടാൻ ആത്മാവിന്റെ കൃപ അദ്ദേഹത്തിന് ലഭിച്ചു. താഴ്മയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എനിക്ക് നിന്നെ കാണണം. മൂന്നാമതായി നാം കാണുക, ഇടയന്മാർ കേട്ടത് അതുപോലെ തന്നെ വിശ്വസിച്ചു. വചനം പറയുന്നത് ഇങ്ങനെയാണ്: ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ഇടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ കേട്ടത് അതേപോലെ വിശ്വസിച്ചു. അതിൽ ഡബിൾ മീനിങ് ഒന്നും കണ്ടില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയാറില്ലേ, നിഷ്കളങ്കരാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും അവർ അതേപടി വിശ്വസിക്കും എന്ന്.
പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ഈ ഇടയന്മാർ നമ്മെ ക്ഷണിക്കുകയാണ് നിഷ്കളങ്കരായി ജീവിക്കാൻ. നാലാമതായി നാം കാണുക, ഇടയന്മാർ പൂർണ്ണ ഹൃദയത്തോടു കൂടി കർത്താവിനെ അന്വേഷിച്ചു. ദൈവദൂതന്മാർ അറിയിച്ച ഈ സംഭവം കാണാൻ അതിവേഗം പോയി. പിന്നെ അവർ സംശയിച്ചില്ല, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചു. അവർ കർത്താവിനെ കണ്ടു. പൂജ രാജാക്കന്മാർ കിഴക്ക് കണ്ട നക്ഷത്രം അത് രക്ഷകന്റെ സൂചനയാണെന്ന് മനസ്സിലാക്കി. രക്ഷകനെ സ്വന്തമാക്കാൻ തങ്ങൾക്ക് സ്വന്തമായ രാജ്യവും ദേശവും എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അന്വേഷിച്ചു. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിച്ചു അവർ കണ്ടെത്തി. പ്രിയമുള്ളവരെ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കാൻ കമ്മിറ്റ്മെന്റ് വേണം, ഡെഡിക്കേഷൻ വേണം. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ാം തിരുവചനം, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അഞ്ചാമതായി നാം കാണുക, ഇടയന്മാർ അറിഞ്ഞ ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഇടയന്മാർ ശിശുവിനെ പറ്റി കേട്ടതും കണ്ടതും അനുഭവിച്ചറിഞ്ഞതും എല്ലാം മറ്റുള്ളവരെ അറിയിച്ചു. ക്രിസ്തുവിനെ പ്രഘോഷിക്കുക അല്ലെങ്കിൽ വചനം പറയുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് അത് വൈദികർക്കും സിസ്റ്റേഴ്സിനും ഉള്ളതാണ് എന്നാണ്. എന്നാൽ സഭ പഠിപ്പിക്കുന്നു, ദൈവജനത്തിന്റെ അടിസ്ഥാനപരമായ കടമയാണ് സുവിശേഷ പ്രഘോഷണം. ദൈവസ്നേഹം എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനും എല്ലാ ജനപദങ്ങൾക്കും പകർന്നു കൊടുക്കാനും ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നു എന്നാണ് 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ എന്ന ഡിക്രി നമ്പർ 10 പറയുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നത് കൊണ്ട്, ക്രൈസ്തവ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് ദിനം പ്രതി ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളാണ് സിറിയ, ലിബിയ, ഇറാൻ, ഇറാഖ്, ഈജിപ്ത് മുതലായ മധ്യ പൗരസ്ത്യ ദേശത്ത് മരിച്ചു വീഴുന്നത്. വത്തിക്കാൻ പറയുന്നത് ഒരു വർഷം ശരാശരി 1,00,000 ക്രിസ്ത്യാനികൾ ലോകമെങ്ങും വിശ്വാസത്തെ പ്രതി കൊല ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ്. ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ട് സ്വജീവൻ അവനായി നൽകിയ ആ മഹത് വ്യക്തികളെ പോലെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാം. I should go and preach the gospel. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 43-ാം തിരുവചനം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഞാൻ പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനം, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അത് എന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പ്രിയപ്പെട്ടവരെ, 5 കാര്യങ്ങളാണ് നാം കണ്ടത്. 1, ഇടയന്മാർ തങ്ങളുടെ ജോലി വിശ്വസ്തരായിരുന്നു. രക്ഷയുടെ സന്ദേശം ആദ്യം കിട്ടിയത് ഇടയന്മാർക്കായിരുന്നു. തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം 100% വിശ്വസ്തയോടെ ചെയ്ത ഇടയന്മാർക്കാണ്
രക്ഷകനെ കാണാൻ കഴിഞ്ഞത്. നമ്മുടെ ദൗത്യങ്ങളിൽ നമുക്ക് വിശ്വസ്തത പുലർത്താം. 2. ഇടയന്മാർ സമൂഹത്തിൽ താഴ്ന്നവരായി പരിഗണിക്കപ്പെട്ടിരുന്നു. നമ്മുടെ ദൈവം താഴ്ന്നവരുടെ ദൈവമാണ്. സ്വയം ശൂന്യനായി പുൽക്കൂട്ടിൽ പിറന്നു വീണ ഉണ്ണീശോയെ നമുക്കും ദർശിക്കാം. എന്റെ ബലഹീന നിമിഷങ്ങളിൽ, എന്റെ ഇല്ലായ്മകളിൽ ബലമായി കടന്നു വരുന്ന ഈശോയെ നമുക്ക് സ്വന്തമാക്കാം. 3. ഇടയന്മാർ കേട്ടത് അതുപോലെ വിശ്വസിച്ചു. കേൾക്കുന്നത് വിശ്വസിക്കാൻ, നിഷ്കളങ്കരായി ജീവിക്കാൻ ഇടയന്മാർ നമ്മെ പഠിപ്പിക്കുകയാണിവിടെ. 4. നാം കണ്ടത് ഇടയന്മാർ പൂർണ്ണ ഹൃദയത്തോടുകൂടി കർത്താവിനെ അന്വേഷിച്ചു. പകുതിയായിട്ടല്ല, മുഴു ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കാൻ കമ്മിറ്റ്മെന്റ് വേണം. 5. നാം കണ്ടത് അറിഞ്ഞ ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. ദൈവവചനം പകർന്നു കൊടുക്കാൻ, ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ തിരുസഭയും ഓരോ ക്രൈസ്തവ മക്കളും കടപ്പെട്ടിരിക്കുന്നു. അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ നമുക്ക് പ്രഘോഷിക്കാം. നമുക്കൊന്ന് ശാന്തമായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമേ, ഈ നല്ല നിമിഷങ്ങളിൽ അങ്ങയോടത്തായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജോലികളിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിശ്വസ്ത പുലർത്തി ജീവിക്കാനും, പുൽക്കൂട്ടിൽ പിറന്നു വീണ അങ്ങയെ ദർശിച്ച് എന്റെ ബലഹീന നിമിഷങ്ങളിൽ, എന്റെ ഇല്ലായ്മകളിൽ ബലമായി കടന്നു വരുന്ന അങ്ങയെ സ്വന്തമാക്കി ജീവിക്കാനും, ദൈവമേ, നിഷ്കളങ്കതയോടെ എളിയ ഹൃദയത്തോടെ ജീവിക്കാനും, അഹങ്കാര ചിന്തകളെ വെടിഞ്ഞ് നല്ലൊരു ക്രിസ്തുമസ് ദിനത്തിനായി ഒരുങ്ങാനും, മുഴു ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നിന്നെ അന്വേഷിച്ച് കണ്ടെത്താനും, ആയിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയെ പ്രഘോഷിക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഇടവരുത്തണമേ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ലോകത്തിലെ ഏറ്റവും വലിയ സദ്വാർത്തയാണ് യേശുവിന്റെ ജനനം. ഏറ്റവും വലിയ സദ്വാർത്ത ഏറ്റവും ആദ്യം അനുഭവിക്കുവാനും കേൾക്കുവാനും സാധിച്ചത് ആർക്കാ? ആട്ടിടയന്മാർക്കായിരുന്നു. എന്തുകൊണ്ടായിരുന്നു ആട്ടിടയന്മാർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സദ്വാർത്ത കേൾക്കുവാനും അറിയുവാനും അനുഭവിക്കുവാനും സാധിച്ചത് എന്ന് നാം ഈ സമയം കേൾക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും യേശുവിനെ ആരാധിക്കാം. ആട്ടിടയന്മാരെ പോലെ നമുക്കും ബത്ലഹേമിലേക്ക് പോകാം. പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തെ നമുക്ക് അന്വേഷിക്കാം. നമുക്ക് ഈ സമയം മുട്ടുകൾ കുത്തി നിന്ന് 2 കരങ്ങളും തുറന്നു പിടിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദം സ്വീകരിക്കാം. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി കർത്താവേ, യേശുവേ, 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 യേശുവേ. നമുക്ക് കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. കർത്താവായ ദൈവമേ, ഈ സമയം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ആട്ടിടയന്മാർ പുൽക്കൂട്ടിലേക്ക് കടന്നു ചെന്നു യൗസേപ്പ് പിതാവിനെ കണ്ടു, മാതാവിനെ കണ്ടു. ഉണ്ണീശോയുടെ കുഞ്ഞിക്കാലുകൾ പിടിച്ച് ഉണ്ണീശോയെ അവർ ആരാധിച്ചു. കർത്താവി, ഈ സമയം ഞങ്ങൾ ക്രിസ്തുമസിനായി ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിനങ്ങളാണല്ലോ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പ്രത്യേകമായ വിധം യേശുവിനെ കാണുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നീ അവിടുന്ന് ആശീർവദിക്കണമേ. വ്യക്തിപരമായ ജീവിതത്തെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. നഷ്ടപ്പെട്ട അഭിഷേകം, നഷ്ടപ്പെട്ട വിശുദ്ധിയുടെ പൂന്തോട്ടങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ പൗരോഹിത്യവരങ്ങളാൽ അവിടുന്ന് ആശ്രയിച്ച് അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.